രാജ്യമൊട്ടാകെ വഖഫിന്റെ പേരിൽ ഭൂമിക്കൊള്ള നടക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ കിടപ്പാടം മുതൽ പുരാതന ക്ഷേത്ര ഭൂമിയിൽ വരെ അവകാശവാദങ്ങൾ ഉയരുന്നു. അന്തിയുറങ്ങാൻ സ്ഥലമില്ലാതാകുമോ എന്ന ഭയത്തിലാണ് മുനമ്പത്തെ സാധാരണക്കാർ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുതിയ അധിനിവേശത്തിന്റെയും കയ്യേറ്റത്തിന്റെയും വാർത്തകൾ വരുന്നു. ഇരകൾക്കൊപ്പം അണിചേരുകയാണ് ജനം ടിവിയും. ലൈവത്തോൺ തുടരുന്നു. നമ്മുടെ വിവിധ റിപ്പോർട്ടർമാർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ചേരുന്നുണ്ട്. ഒപ്പം ഈ വിഷയത്തിൽ അതിഥികളും ചേരുന്നു. ആദ്യം ഡൽഹിയിലേക്ക് പോവുകയാണ്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമുക്കറിയാം രാജ്യമൊട്ടാകെ വ്യാപിക്കുന്ന ഒരു ഭൂമിക്കൊള്ളയായി വഖഫ് അധിനിവേശം മാറുന്നു. ക്ഷേത്രഭൂമികൾ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പുരാതന കെട്ടിടങ്ങൾ, ഇവയിൽ വരെ അവകാശവാദം ഉന്നയിക്കുന്ന വിചിത്രമായ സ്ഥിതിഗതികളിലേക്കാണ് പോകുന്നത്. വലതുപക്ഷവും ഇടതുപക്ഷവും കേരളത്തിലാകട്ടെ ഇത് രാഷ്ട്രീയ പ്രീണനത്തിന്റെ ഭാഗമായി ഒരക്ഷരം പോലും ഇരകൾക്ക് അനുകൂലമായി മിണ്ടുന്നില്ല. രാജ്യമൊട്ടാകെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയും അതുതന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഭേദഗതി ബില്ല് വരും എന്നുള്ളത് അടുത്ത പാർലമെന്റ് സെഷനിൽ അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ആരുടെയും കിടപ്പാടം നഷ്ടമാകില്ല, ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള ഉറപ്പും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. രോഹിണി, ഈ മാസം 25-ാം തീയതി പാർലമെന്റിന്റെ വളരെ നിർണായകമായ ശൈത്യകാല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത മാസം 20-ാം തീയതി വരെയാണ് ഈ ശൈത്യകാല സമ്മേളനം ചേരുന്നത്. ഈ സമ്മേളന കാലയളവിൽ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കാനുള്ള ശ്രമമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. കഴിഞ്ഞ മഴക്കാല സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കുകയും അതുമായി വലിയ ബഹളം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സർക്കാർ ഈ വഖഫ് ഭേദഗതി ബില്ല് JPCയുടെ പരിഗണനയ്ക്കായി അയച്ചത്. പിന്നീട് നമുക്കറിയാം JPC ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി സിറ്റിംഗ് നടത്തുകയാണ്. അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള BJP MP കൂടിയായ ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിൽ കർണാടകയിലും കഴിഞ്ഞ ദിവസം ഒഡീഷയിലുമൊക്കെ ഈ വഖഫ് ഭൂമി കയ്യേറ്റം നേരിട്ട് കണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ JPCക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട ഇരകളാക്കപ്പെട്ട ആളുകളുടെ പരാതികൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ഒരു അന്തിമമായ റിപ്പോർട്ടിലേക്ക് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉടനെത്തും. അതിനുശേഷം ശൈത്യകാല സമ്മേളന കാലയളവിൽ തന്നെ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബില്ല് പാസ്സാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ NRC വിഷയമാണെങ്കിലും അതല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും അത്തരം വിഷയങ്ങളിലൊക്കെ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരെല്ലാം വളരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ആ ബില്ലുകൾ 2 സഭകളിലും പാസ്സാക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നിന്ന് നിലവിൽ വന്നു എന്നത് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP സർക്കാർ അത് തീർച്ചയായും ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരികയാണ്. ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്ത് 240 MPമാർ BJPക്ക് ഒറ്റയ്ക്കുണ്ട്. അതുകൂടാതെ മറ്റ് സഖ്യകക്ഷികൾ കൂടിയാകുമ്പോൾ 293 MPമാരുടെ പിന്തുണ NDAയ്ക്കും സർക്കാരിനുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബില്ലിനെ ഒരുപക്ഷെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കൂടി പിന്തുണയ്ക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. രാജ്യസഭയിലും NDAയ്ക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷമുണ്ട്. അതിനാൽ ഈ ബില്ല് 2 സഭകളിലും അനായാസം പാസ്സാക്കാൻ കേന്ദ്ര സർക്കാരിനാകും എന്നതിൽ തർക്കമില്ല. അതിനാൽ വഖഫ് ഭേദഗതി നിയമത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായി അദ്ദേഹം സർക്കാർ നിലപാട് ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് വഖഫ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള അധിനിവേശം നടത്തുകയും സാധാരണക്കാരുടെ ഭൂമി, കൃഷിക്കാരുടെ ഭൂമി, ഒപ്പം മഹാക്ഷേത്രങ്ങളുടെയും ക്രൈസ്തവ ആരാധനാലയങ്ങളുടെയും ഒക്കെ ഭൂമിക്ക് മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു. അതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പിന്തുണയും നൽകുകയാണ് എന്ന വിമർശനം നടത്തുകയും ഒപ്പം വഖഫ് ബോർഡിന് ഈ രീതിയിലുള്ള അനാവശ്യമായ അധികാരം നൽകിയ കോൺഗ്രസ് സർക്കാരുകളുടെ മുൻകാല ചരിത്രവുമൊക്കെ ഓർമ്മപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും മഹാരാഷ്ട്ര
മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമൊക്കെ നടത്തി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ നിലപാടിൽ മാറ്റമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ശൈത്യകാല സമ്മേളനം ഈ വഖഫ് ഭേദഗതി നിയമം അത് പാസ്സാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതിൻ്റെ തുടർച്ചയായ നീക്കങ്ങളും ഈ സഭാ കാലയളവിൽ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. രോഹിണി. ശരി ഗൗതം.